ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് ഉത്തരമാണ് നൽകുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു വിഷയത്തെ മനസ്സിലേക്ക് ചിന്തിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചശക്തി നൽകുന്ന ആൻസർ എന്താണെന്ന് നമുക്ക് കാർഡ്സിലൂടെ ചോദിക്കാം. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകുന്ന മറുപടി എന്താണ്? പ്ലീസ് കേട്ട് മീ. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു കർമ്മ കാർഡാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കർമ്മകൾ വന്നിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനമല്ല, ചില മാറ്റമാണ്. നമ്മൾക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാറ്റം എന്താണ് എന്ന് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടി? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 3, 1, 6, 22, 18, 9, 2, 13, 4 ഈ ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്. ഈ നമ്പറോ മന്തോ എൻ്റെ വ്യൂസിൻ്റെ ലൈഫുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമ്പത്തികം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ആകുന്നു എന്ന് നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഫെൻറ്റിൻ്റെ കാർഡാണ്. ഹെറോഫെൻറ്റ് സൂചിപ്പിക്കുന്നു നിങ്ങൾ ചില ജോലിയുമായി ബന്ധപ്പെട്ടോ. ഇവിടെ 3 ഓഫ് കപ്പ് കൂടി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ആഘോഷം, ഓക്കെ, സെലിബ്രേഷൻ വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു രോഗത്താൽ വളരെ ടെൻഷനായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഒരു വഴിയുമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില വ്യക്തികൾ ഇവിടെ ഡോക്ടേഴ്സിനെ കാണുന്നതായി കാണുന്നു. വളരെ മാനസികമായിട്ടും ഡിപ്രഷനിൽ കൂടിയും കടന്നു പോകുന്നു. അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള വീട്ടിലുള്ള വ്യക്തികൾക്കോ നിങ്ങൾക്കോ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ സമീപിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ ഒരുപാട് മാനസിക ഡിപ്രഷൻ കൊണ്ടുവരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പോൾ പാരൻസിൻ്റെ അതായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും തന്നെയും ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കുന്നില്ല. പാരൻസിൻ്റെ ചില കാര്യങ്ങൾക്ക്, ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു നാളിൽ നിങ്ങൾ വളരെയധികം സന്തോഷിച്ച് ചില കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചതായി കാണുന്നു. അത് റിലേഷനായിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷന് ഇവിടെ അവസാനം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് ലേറ്റ് ആകുന്നു, വളരെ ലേറ്റ് ആകുന്നു. നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു. ഒരു വിധത്തിലും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു, ചില പോംവഴികൾ ചെയ്തു, ചില റെമഡികൾ ചെയ്തു. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന ഓഫറുകൾ ലേറ്റ് ആകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് വളരെ ലേറ്റ് ആകുന്നു. പേഴ്സൻ്റെ മെസ്സേജ് കോൾ വരുന്നില്ല. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നില്ല. സാമ്പത്തികത്തിന് നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുന്നില്ല. വിസ നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. വിദേശവുമായി ബന്ധപ്പെട്ട് ചില വിദേശ ജോലികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. ഓക്കെ, സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ചില വ്യക്തികളോട് നിങ്ങൾ നീതിക്ക് വേണ്ടി യാചിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നീതി ലഭിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹിഡൻ ആയിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വ്യക്തത ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നില്ല. നിങ്ങൾ ചില കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തുന്നില്ല. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തുന്നില്ല. സാമ്പത്തിക നിലയിൽ നിങ്ങൾ ഒരുപാട് പരാജയമായിരിക്കുന്നതായി കാണുന്നു.
ഓക്കെ, അപ്പം ഇതെല്ലാം ഹിഡനായിരിക്കുന്നതിന് കാരണം എന്താണ്? നിങ്ങൾ സ്പിരിച്വലായിട്ട് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള റെമഡീസും പ്രാർത്ഥനയും വ്രതവും കാര്യങ്ങളും ഒക്കെ കറക്റ്റിന് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഡെത്തായി പോയിരിക്കുന്നത്? നിങ്ങൾ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. കാരണം നിങ്ങളെ പല വ്യക്തികളും ഇഗ്നോർ ചെയ്യുന്നു. ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളെ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇഗ്നോറിങ് ആണ് വരുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തെ വളരെ അധികം മുറിവേൽപ്പിക്കുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നില്ല, നിങ്ങളുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, നിങ്ങളെ പുറത്താക്കുന്നു. ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവർക്കെല്ലാം ജോലിയിൽ അംഗീകാരം ലഭിക്കുകയും നിങ്ങളെ മാത്രം പുറത്താക്കുകയും ചെയ്യുന്ന ചില അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു. എത്രത്തോളം നീതി കാണിച്ചിട്ടും നിങ്ങളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത ആരും വിശ്വസിക്കാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം വേദന കാരണം നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയുവാൻ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പല സ്ഥലങ്ങളിലും പല ജ്യോതിഷന്മാരാണെങ്കിലും ശരി തന്നെ, അതുപോലെ തന്നെ ടാരോ റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ അഡ്വൈസിന് നിങ്ങൾ ചെല്ലുന്നതായി കാണുന്നു. വളരെ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ, സാമ്പത്തിക ജഗ്ലിംഗ് വളരെ വലുതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എന്നെ കാണുന്ന വ്യക്തികളിൽ ഒരു 90% ആൾക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഹൃദയം തകർന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ബാക്കി ചില വ്യക്തികൾക്ക് ഇമോഷണൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കൂടുതൽ പേർക്കും ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജി കുത്തി ഇറക്കുന്ന പെയിൻ സിറ്റുവേഷനാണ്. നാളെ എന്നുള്ള ഒരു നിമിഷത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തു ചെയ്യും? ഒരുപാട് വ്യക്തികൾ നിങ്ങളെ വേട്ടയാടാൻ വരും, നിങ്ങളോട് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും, കൊടുക്കാനുള്ള പണം ചോദിച്ച് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങളോട് എതിർത്ത് ചോദിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഹൃദയം വളരെ വിങ്ങുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതെല്ലാം ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ പുറമേ സന്തോഷിച്ച് നടക്കുകയും ഉള്ളുകൊണ്ട് ആരെയും ആ വേദന കാണിക്കാതെ, ഇവിടെ നോക്കിയാൽ പുറമേ സൂര്യനും അകമേ ചന്ദ്രൻ്റെ ആ ഒരു വിഷമിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കൂടിയാണ്. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ സൂര്യനായിട്ട് നിന്നുകൊണ്ടും നിങ്ങൾ ഉള്ളുകൊണ്ട് വേദനിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരണം, സണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണം. സ്പിരിച്വലായിട്ട് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുകയാണ്. ദൈവികമായിട്ടുള്ള ഒരു കാര്യമല്ലാതെ ഇനി മുന്നോട്ട് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ സറണ്ടർ ആയിരിക്കുകയാണ്, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയാണ്. മറ്റൊന്നും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് നോക്കുവാനേ ഒന്നുമില്ല. ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം ഇവിടെ ഡെത്ത് ആയിരിക്കുന്നു. റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഡെത്ത് ആയിരിക്കുന്നു. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഡെത്ത് ആയിരിക്കുന്നു. എന്നാൽ യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഇത് ഡെത്ത് അല്ല, റീബർത്ത് ആണ്. നിങ്ങൾ ഒരു രൂപാന്തരണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിരിക്കുന്ന സാമ്പത്തിക സിറ്റുവേഷനെ ഒരു മാറ്റം. ഓക്കെ, ഇനി വരേണ്ടിയിട്ട് പ്രകൃതിയിൽ നമ്മൾ പണ്ട് മുതൽ കാണുന്ന കാര്യങ്ങളല്ലല്ലോ. പണ്ട് കാലങ്ങളിൽ ഭൂമിയായിരുന്നത് ഇപ്പോൾ വെള്ളമായിരിക്കുന്നു, വെള്ളമായത് ഇപ്പോൾ ഭൂമിയായിരിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം നമുക്ക് പ്രപഞ്ചശക്തി പറയുന്ന മറുപടി കൂടി എടുക്കാം. ഓക്കെ,
ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നൽകും. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള വിഷയത്തിന് ഡെത്ത് സംഭവിച്ചു. ഡെത്തിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങളുടെ ചിന്തയിൽ അവിടെ ഡെത്ത് സംഭവിച്ചു, ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല, നിന്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ പൂർത്തിയാക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സൈക്കിക് എബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വന്ന് നിറയുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആയുഷ്കാലം സന്തോഷത്തോടു കൂടി, നിങ്ങൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് കൂടി തന്നെയാണ് പൂർത്തിയാകുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെച്ച് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും അവസാനിച്ചിട്ടില്ല, ഡെത്ത് സംഭവിച്ചിട്ടില്ല. ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ന്യായം ലഭിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും വന്നു പോകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് അതിലൊരു വിധി എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകിക്കൊണ്ട് ദൈവം നിങ്ങൾക്ക് സൗഖ്യം, മാനസികമായിട്ടുള്ളൊരു ഹീലിംഗ് നൽകാൻ പോകുന്നു. ഇതുവരെയും ഹീലിംഗ് ലഭിക്കാതെ രാത്രി ഉറക്കം പോലും ഇല്ലാത്ത ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ, ചില നിയമവുമായി ബന്ധപ്പെട്ട്, കോടതി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉറക്കം പോലും, നിങ്ങൾ ചെയ്യാത്ത തെറ്റുകളെ മറ്റുള്ളവർ നിങ്ങളെ തെറ്റ് ആരോപിച്ചുകൊണ്ട് നിങ്ങളെ വിധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ വാക്കുകളിൽ നിങ്ങളെ വിധിക്കുന്നു, നിങ്ങൾ തെറ്റുകാരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ജസ്റ്റിസ് നൽകുകയാണ്. നിങ്ങളുടെ നിലവിളി, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം ദൈവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ഹീല് നൽകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ പ്രപഞ്ചശക്തി, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൺ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. നിങ്ങൾ ചില ജോലികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ്. ഇപ്പം എന്തൊക്കെ സംഭവിച്ചിരുന്നാലും നിങ്ങളെ ചിലപ്പം നിങ്ങളുടെ കൂടെ നിന്നവരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളെ താങ്ങിക്കൊണ്ട് തന്നെ, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ ദൈവം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെയും ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ പിന്തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ജോലി വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് എനർജികളെ നിങ്ങൾ പുറത്താക്കേണ്ടതായിട്ടുണ്ട്. അത് പുറത്താക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ശക്തമായ ഇടപെടലുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൂടുതൽ നിങ്ങളെ ടാലൻ്റ് ആക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ഇൻഡിപെൻഡൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് നമ്മൾ എപ്പോഴും നമുക്ക് കൂടെ ഒരാൾ വേണം. ഓക്കെ, നമ്മളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ നമുക്ക് തളർന്നു പോകുന്നു. നമുക്ക് സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകുന്നു. നൈറ്റ് ഉറങ്ങാൻ നേരത്ത് നമ്മളെ ആരെങ്കിലും ഓർത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന സിറ്റുവേഷനാണ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെയോ മറ്റേതെങ്കിലും വ്യക്തികളുടെ ഒരു മെസ്സേജോ കോളോ വന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന, ഒരു നെഗറ്റീവിലേക്ക് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ഒരു മെച്യൂറാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ഈ വേദന നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ശക്തിയോട് പുറത്തു വരുമെന്ന് യൂണിവേഴ്സ്. നിങ്ങളുടെ നിഷ്കളങ്കത മറ്റു പല വ്യക്തികളും അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ സ്നേഹമാകാം, നിങ്ങളുടെ വിശ്വാസമാകാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം. നമ്മളൊരു വ്യക്തിയെ എത്രത്തോളം ആത്മാർത്ഥമായി വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. ആ വിലപിടിപ്പുള്ള കാര്യം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വഞ്ചിക്കപ്പെട്ട ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കപ്പെടുന്ന അവസ്ഥ. ഓക്കെ, അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ചില വ്യക്തികൾ നിങ്ങളോട് വന്ന് അവരുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല പോലും ഊരി കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സാലറി പോലും നിങ്ങൾ ജാമ്യം നിന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ തിരിച്ചറിയിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രത്തോളം നിഷ്കളങ്കരായി മാറുവാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ചതി വഞ്ചനകളെ തിരിച്ചറിയുന്ന വ്യക്തിയായി മാറണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അവൻ നിൻ്റെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിനക്ക് നൽകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു റീഡിങ് കാണുന്ന സമയത്തുള്ളത്, ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് അനുഗ്രഹം, സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുന്നു. ബിസിനസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ കുഞ്ഞുങ്ങളില്ലാണ്ട് വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ലൈഫിലേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ, എത്ര കാറ്റും കോളുമാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തോന്നും ഇത് അവസാനിച്ചു, ഇവിടെ ഡെത്ത് സംഭവിച്ചു, നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള വള്ളം ഇനി മുങ്ങും, ഇനി രക്ഷയില്ല, ആരും നിങ്ങളെ രക്ഷിക്കാനില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുങ്ങിപ്പോയിരിക്കുന്നു, നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് മുങ്ങിപ്പോയിരിക്കുന്നു, കാറ്റും കോളുമാണ്, ഇനി ഒരു രക്ഷയുമില്ല എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആഗ്രഹം എല്ലാം ശക്തിയുള്ള ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങളുടെ കുടുംബ സന്തോഷമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.